ഇന്ന് സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകം, ഒന്നാമത്തെ പുസ്തകം 2-3 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലി പുരോഹിതനെയും പുരോഹിതന്റെ പുത്രന്മാരെയും കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഭാഗം ഏലി പുരോഹിതന്മാരുടെ പുത്രന്മാർ, ഏലിയുടെ പുത്രന്മാര് ദുർമാർഗികളും കർത്താവിന് ദൈവത്തെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ദൈവം ഏലിയെയും പുത്രന്മാരെയും ഒക്കെ ദൈവത്തിന് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചു. എന്നാൽ അവര് തങ്ങളുടെ ജീവിത വഴിയിൽ ദൈവത്തെ ബഹുമാനിക്കാത്തവരും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരുമായിട്ട് മാറി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ എന്ന് പറയുന്നത്, ദൈവം അവർക്ക് കൊടുത്ത നിയമം അവർ പാലിച്ചില്ല. തൻ്റെ ജനത്തിന് വേണ്ടി ദൈവ ശുശ്രൂഷ ചെയ്യേണ്ടവര് നിയമം പാലിക്കാതെ, അത് വേണ്ട രീതിയിൽ ചെയ്യാതെ ദൈവത്തെയും ദൈവത്തിന്റെ ജനത്തെയും കളങ്കപ്പെടുത്തി. എങ്ങനെയാണ് അവർ ചെയ്തത്? അവര് ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പുരോഹിതൻ പാകം ചെയ്യുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ആ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കൊത്തി അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പുരോഹിതന് വേണ്ടി എന്ന രീതിയിൽ എടുത്തുകൊണ്ട് പോയിരുന്നു. 2-ാമത്തെ കാര്യം, പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ മാംസം വേണമെന്ന് പറഞ്ഞ് അവര് കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ആ ബലിയർപ്പണ ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് അവരെടുത്തുകൊണ്ടുപോയി. 3-ാമത്തത്, ജീവിതത്തിന് യാതൊരു വിലയും ഒരു മൊറാലിറ്റിയും ഇല്ലാത്ത ഒരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. പുരോഹിതന്മാർക്ക് ചേരുന്ന യാതൊരു ജീവിത നിലവാരവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം എനിക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നേടുക, അത് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണെങ്കിലും കുഴപ്പമില്ല, ദൈവം എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഇതുപോലെ ദൈവ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. കർത്താവിന്റെ അടുത്ത് നിന്ന് വരുന്നവരെ, കർത്താവിന്റെ അടുത്തേക്ക് പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരുടെ ജീവിതത്തില് അവിടെ നിന്ന് അവർക്ക് ദൈവം നിയോഗിച്ചിട്ടുള്ളതിൽ കവിഞ്ഞ് അപഹരിക്കുന്നതായ ഒത്തിരി ആൾക്കാര്. ദൈവം അവരെ കുറിച്ച് പറയുകയാ, ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയില് ഗുരുതരമായി തീർന്നു. അവര് ആ കർത്താവിനുള്ള അർച്ചനയെ, ആ ബലിയർപ്പണത്തെ, ആ ശുശ്രൂഷയെ അശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. ഇന്ന് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ദൈവ ശുശ്രൂഷയുടെ ഭാഗമൊക്കെ ആകുമ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ജീവിതത്തില് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ തങ്ങളുടെ ജീവിതം ദൈവം ഞങ്ങളെ നോക്കുന്നുണ്ടെന്നും കർത്താവിന് ഹിതമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യരുതെന്നും ഒക്കെ ആഗ്രഹിച്ച് ജീവിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നവരുള്ളൂ. പലരും കർത്താവ് പറഞ്ഞതുപോലെ അശ്രദ്ധയോടെ, കൽപ്പനകൾ പാലിക്കാതെ
ജീവിക്കുന്നവരും ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരുമാണ്. ഏലി വൃദ്ധനായിരുന്നിട്ടും തൻ്റെ പുത്രന്മാര് ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്ന എല്ലാം കേട്ടിട്ടും വേണ്ട രീതിയിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. എന്നാൽ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏലി കണ്ട് മനസ്സിലാക്കി. അവര് പ്രവേശന കവാടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോടൊത്ത് ശയിക്കുകയും അവര് മോശമായ ജീവിത രീതി നയിക്കുകയൊക്കെ ചെയ്തു. ഒരു ദിവസം ഏലി അവരെല്ലാം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങള് എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. മക്കളെ, അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് നന്നല്ല. ഏലി തന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും ജീവിക്കരുത്, ഇത് നന്നല്ല. എന്നാല് ശക്തമായ തീരുമാനമെടുത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. നമ്മളും നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ ചെയ്യുന്നവരാണ്. തെറ്റ് കണ്ടാൽ ചിലപ്പോൾ ആർക്കും ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ അതൊന്ന് പറഞ്ഞേക്കാം. എന്നാൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാത്തവര്. ഇവിടെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യുന്നത്. പക്ഷേ അതിന്റെ മൂല്യം എന്തെന്ന്, വില എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഏലി അവരോട് ചോദ്യം ചോദിച്ചു, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കും. എന്നാല് കർത്താവിനോട് പാപം ചെയ്ത ആര് മധ്യസ്ഥം വഹിക്കും? ഇന്ന് ഈ ചോദ്യം നമ്മളോടും ചോദിക്കുകയാ ദൈവം. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം മധ്യസ്ഥം വഹിക്കും. എന്നാല് ദൈവത്തോടാണ് പാപം ചെയ്യുന്നതെങ്കിൽ ആരാണ് മധ്യസ്ഥം വഹിക്കുന്നത്? നമ്മള് ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മാനുഷികമായ ജീവിതത്തിൽ മനുഷ്യരോട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തു പോയാൽ കർത്താവ് അതിന് ഉത്തരവാദിത്വം ചിലപ്പോൾ ഏറ്റെടുക്കും. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ കർത്താവിനോട് നമ്മൾ അത് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ കർത്താവ് അത് ചിലപ്പോൾ ചെയ്തേക്കാം. ഇന്നലെ ഒരു ചോദ്യം, ദൈവത്തോട് തെറ്റ് ചെയ്താല് ആരാണ് മധ്യസ്ഥം വഹിക്കുന്നത്? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും ഇത് ഓർത്തോണം. ദൈവത്തിന് വിരുദ്ധമായിട്ട് എതിരായിട്ട് നമ്മൾ ജീവിക്കുകയും സംസാരിക്കുകയും നമ്മുടെ പ്രവൃത്തികളും അങ്ങനെയാണെങ്കിൽ ഒരു മധ്യസ്ഥൻ അതിനിടയ്ക്ക് നമുക്കില്ല. വേറെ ആരും അതിനിടയ്ക്ക് ഒരു മധ്യസ്ഥനായിട്ട് വരത്തില്ല, അസാധ്യമല്ല. എങ്ങനെയാ ദൈവത്തിനോട് നമ്മൾ തെറ്റ് ചെയ്യുന്നത്? ദൈവം തന്ന നിയമം പാലിക്കാതെ തങ്ങളുടെ ഇഷ്ടം പോലെ കർത്താവിന് കൊടുക്കേണ്ട ഭാഗം കൊടുക്കാതെ ഇനി ആരെങ്കിലും ദൈവസന്നിധിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ വഴിതിരിച്ച് തെറ്റായ മാർഗത്തിലൂടെ പറഞ്ഞയച്ച് ആരെങ്കിലും ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയാൽ അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം കർത്താവ് അയച്ച ഒരു വ്യക്തി ഏലിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിന്റെ കുടുംബം ഈജിപ്തിൽ
ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. അവിടെ എൻ്റെ ബലിപീഠത്തില് ധൂപാർച്ചന നടത്താനും പ്രാർത്ഥന നടത്താനും ഒക്കെ നിങ്ങളെ ഞാൻ നിയോഗിച്ചു. എന്നാല് അന്ന് ഇസ്രായേൽ മക്കൾ ദഹനം എനിക്ക് അർപ്പിച്ചതെല്ലാം നിന്റെ പിതൃഭവനത്തിലായിട്ട് ഞാൻ കൊടുത്തു. അന്ന് നിന്റെ ഭാഗം ഞാൻ കൃത്യമായിട്ട് നിന്നെ ഏൽപ്പിച്ചതാ. എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോട് നോക്കുന്നത്? എനിക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലികളും കാഴ്ചകളിലും വരെ നീ ആർത്തിയോട് നോക്കുന്നത് എന്തുകൊണ്ടാ? നിനക്കുള്ള ഞാൻ തന്നിട്ടുണ്ടല്ലോ. നമ്മളോടും കർത്താവ് പറഞ്ഞൊരു കാര്യമാ, നമുക്കുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ അതോട് തൃപ്തിപ്പെടണം. മറ്റുള്ളവന്റെ പാത്രത്തിലേക്ക് നോക്കി ഒരിക്കലും അത് കിട്ടാൻ ആഗ്രഹിക്കുകയോ വേവലാതിപ്പെടുകയോ ചെയ്യരുത്. കർത്താവ് വീണ്ടും പറയുക, നീ ഇതെല്ലാം കണ്ടിട്ടും വേണ്ട ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ എടുക്കാത്തതിന്റെ കാരണം നീ എന്നെക്കാൾ അധികം നിന്റെ മക്കളെ സ്നേഹിച്ചു. എന്നോട് പറയുക, നിനക്ക് ഈ തെറ്റൊക്കെ മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. നീ ഒരിക്കൽ അവരെ വിളിച്ച് ഒരു ഒഴുക്കം മട്ടിൽ ഒരു ഉപദേശമൊക്കെ കൊടുത്തു. പക്ഷേ നീ എന്നേക്കാൾ അധികം നിന്റെ മക്കളെ സ്നേഹിച്ചു. അതുകൊണ്ട് കർത്താവ് പറയുക, ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ശപഥം ഞാൻ നിന്നോട് ചെയ്തിരുന്നു. ജീവിതത്തിൽ അവസാനം വരെയും തലമുറകളായിട്ട് നിങ്ങള് എൻ്റെ പുരോഹിതനായിട്ട് നിൽക്കും. പക്ഷെ ഞാൻ ആ ശപഥം അങ്ങ് പിൻവലിക്കുകയാ. നോക്കിക്കേ, കർത്താവ് ചെയ്ത ഒരു ശപഥം കർത്താവ് പിൻവലിക്കുമ്പോ നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മളെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് അവസാനം വരെയും ആ പദ്ധതിയുടെ വഴി തന്നെ ഞാൻ യാത്ര ചെയ്യും. എന്നാ കർത്താവ് പറയുകയാ, എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന പാതയിൽ നിന്ന് മാറി നിങ്ങളുടെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ വിചാരിച്ചിരുന്ന, കരുതിയിരുന്ന, പ്ലാൻ ചെയ്തിരുന്ന പദ്ധതി പിൻവലിക്കും. കർത്താവ് പറയുക, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. വളരെ മനോഹരമായ ഒരു വാക്കാ. ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവം ആദരിക്കും. ദൈവത്തെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. അവനെ ദൈവം നിന്ദിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അവനെ നിന്ദിക്കുന്നത് മറ്റുള്ളവരാണ്. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹത്തിൻ്റെ കാര്യം ഉള്ളത്. സാധാരണഗതിയിൽ ദൈവത്തെ നിന്ദിക്കുന്നവനെ ദൈവമാണ് നിന്ദിക്കേണ്ടത്. എന്നാൽ ഇവിടെ കർത്താവ് വചനത്തിൽ പറയുകയാ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും, എന്നെ നിന്ദിക്കുന്നവനെ ഞാനല്ല നിന്ദിക്കുന്നത്, മറ്റുള്ളവർ അവനെ നിന്ദിക്കാൻ കാരണമാകും. അപ്പോൾ കർത്താവ് നമുക്ക് കുരിശ് തന്നു, സഹനം തന്നു, വേദന തന്നു എന്നുള്ള വാക്ക് അർത്ഥമില്ലാത്തത് ആയി മാറും. കാരണം ദൈവം അങ്ങനെ ചെയ്യുന്നില്ലെന്ന് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. ദൈവത്തെ പീഡിപ്പിക്കുന്നവരെ ദൈവമല്ല പീഡിപ്പിക്കുന്നത്, മറ്റുള്ളവർ പീഡിപ്പിക്കുന്നു. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കുന്നവൻ മറ്റുള്ളവര് അവന്റെ കുഴിയിൽ വീഴ്ത്തുന്നു. അതുപോലെ തന്നെ കർത്താവ് പറയുക,
എന്നെ നിന്ദിക്കുന്നവനെ മറ്റുള്ളവർ നിന്ദിക്കും. തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വീണ്ടും പറയുക, എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എന്റെ ഹൃദയ അഭിലാഷങ്ങൾക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവന്റെ കുടുംബം ഞാൻ നിലനിർത്തും. ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് ഉള്ള വ്യക്തികളെയാണ്. കർത്താവ് പറയാം, അവരെ ഞാൻ നിലനിർത്തും. ബാക്കിയുള്ളവരുടെ കാര്യം കർത്താവിന് അറിയണ്ട. അതുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കർത്താവിന്റെ ഹൃദയത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെക്കുറിച്ചിട്ടുള്ള ദൈവ പദ്ധതിക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് സാമൂഹ പ്രവാചകനെ വിളിക്കുകയാണ്. ആ ദേവാലയത്തിൽ കിടന്നുറങ്ങിയ സാമൂഹ പ്രവാചകനെ കർത്താവ് വിളിക്കുന്നു. അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് വളരെ ചുരുക്കമായിരുന്നു ലഭിച്ചിരുന്നത്. ദർശനങ്ങളും വളരെ ചുരുക്കമായിരുന്നു. ഇന്ന് ഒരു ദിവസം സാമൂഹ പ്രവാചകനെ കർത്താവ് വിളിച്ചു. സാമുവൽ, സാമുവൽ. അവൻ വിളി കേട്ടു. സാമുവൽ വിചാരിച്ചു ഏലിയാണ് വിളിച്ചതെന്ന്. അവനെ ഓടിച്ചെന്ന് ഏലിയോട് ചോദിച്ചു, എന്നെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞു. രണ്ടാമതും വിളിച്ചു, മൂന്നാമതും വിളിച്ചു. അപ്പോൾ ഏലിക്ക് കാര്യം മനസ്സിലായി, ദൈവമാ വിളിച്ചതെന്ന്. വചനം പറയുക, കർത്താവിന്റെ ശബ്ദം സാമുവലിന് മനസ്സിലാകാതിരുന്ന ഇതുവരെയും ആ ദൈവത്തിന്റെ ശബ്ദം സാമുവൽ കേട്ടിട്ടില്ല. അതുകൊണ്ടാ. അപ്പോൾ ഏലിക്ക് മനസ്സിലായി ദൈവമാ സാമുവലിനെ വിളിച്ചത്. അതുകൊണ്ട് സാമുവലിനോട് പറഞ്ഞു, ഇനി വിളിക്കുമ്പോ ദൈവമേ എന്നോട് അരുളി ചെയ്താലും ഞാനിതാ എന്ന് പറയണമെന്ന് പറഞ്ഞു. നമ്മളിൽ പലർക്കും ദൈവത്തിന്റെ വിളി സാമുവലിനെ പോലെ മനസ്സിലാകുന്നില്ല. ദൈവം വിളിച്ചിട്ട് നമ്മള് ആരാണ് വിളിച്ചതെന്നോ എന്തിനാണ് വിളിച്ചതെന്നോ മനസ്സിലാകാതെ മറ്റ് പലയിടത്തും ഓടി നടക്കുന്നു. എന്നാല് അത് തിരുത്തി പറയാൻ, ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മളെ വഴിതിരിച്ചു വിടാൻ പറ്റുന്ന ഏലീനെ പോലെ അറിവുള്ള ആൾക്കാരെ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുക എപ്പോഴേലും ഒക്കെ വിളിച്ചാല് മനസ്സിലാകാതെ പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ഒരാളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം, തലേന്ന് ദേവാലയത്തില് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അൾത്താരയിൽ തല ചായ്ച്ച് കൈ തലയ്ക്ക് ഇടയിൽ വെച്ചിരിക്കുന്ന, കണ്ണടച്ചിരിക്കുന്ന യേശുവിന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് അങ്ങനെ ഒരു കാഴ്ച കാണാൻ കാര്യം? ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ജീവിതത്തിലെ യേശുവിന്റെ സാന്നിധ്യമാണ്. ആ തല ചായ്ച്ചുറങ്ങുന്ന ഒരു യേശുവിന്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതെല്ലാം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വ്യക്തി വീണ്ടും പഴയ ജീവിത ശൈലിയിൽ. പിന്നീട് വിളിച്ചിട്ടൊന്നുമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ കർത്താവിന്റെ ഹിതം, ആ ഹൃദയത്തിന്റെ ഇഷ്ടം, അതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ്. ഈ ഭൂമിയിലെ ജീവിതത്തില്
നമുക്കെന്തെങ്കിലും ഗമ ലഭിക്കുന്നതോ മറ്റുള്ളവരെ നമ്മെ പൊക്കി പറയുന്നതോ ആയ വഴികള് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹവും ഇഷ്ടവും ഒരിക്കലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. കർത്താവ് സാമുവേലിനോട് സംസാരിച്ചു. കർത്താവ് പറയുക, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാത്തത് മൂലം അവന്റെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ ഞാൻ പോവുകയാണ്. മക്കള് ദൈവത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടും, മക്കള് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടും അവരെ തടയാതെ ഇരുന്നത് കൊണ്ട് ഞാൻ അവർക്കും കുടുംബത്തിനും എതിരായിട്ടൊരു ശിക്ഷാവിധി ഏൽപ്പിക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ മാതാപിതാക്കളായിട്ട് നിൽക്കുമ്പോൾ ഇതേ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവത്തിന് ഹിതമല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്ന മക്കളെ തിരുത്തിയില്ലെങ്കിൽ നാളെ ദൈവസന്നിധിയിൽ നമ്മൾ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. മാത്രമല്ല, കർത്താവ് പറയുക, ഞാൻ ആ കുടുംബത്തെ ശിക്ഷിക്കാൻ പോവുകയാണ്. വീണ്ടും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏലി കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ല ശപഥം ചെയ്യുന്നു. അവരുടെ തെറ്റിന് അവരിനി എത്ര ബലി അർപ്പിച്ചാലും പാപപരിഹാര കർമ്മം ചെയ്താലും അതുകൊണ്ടൊന്നും ഫലമില്ല. നമ്മളും ഇന്നും ഫലമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമാ. പ്രഭാതത്തിൽ 4 മണി ആവുമ്പോൾ എണീറ്റ് 33 വിശ്വാസ പ്രമാണം, കൊന്ത ചെല്ലും, മറ്റു പ്രാർത്ഥനകൾ ചെല്ലും. ഇതെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം, ഈ 33 വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഒരിക്കലെങ്കിലും ഈ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നോട് പറഞ്ഞൊരു കാര്യമാ. അതിങ്ങനെ എണ്ണി ചെല്ലി തീർക്കും, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇതുകൊണ്ട് എന്താ പ്രയോജനം? നമ്മളിൽ പലരും ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല. കാരണം നമ്മളിത് അശ്രദ്ധമായിട്ട് ചെയ്യുകയാണ്. നമുക്കിന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ പണ്ട് പഠിച്ചത് ഇന്നും പിന്തുടരുന്നു. ഒരിക്കൽ പോലും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട വഴിയിലേക്കൊന്ന് മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ തയ്യാറാകുന്നില്ല. എന്നിട്ടും വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തി നമ്മൾ ജീവിക്കുന്നു. ഇവിടെ ദൈവം പറയുക, നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങളുടെ ബലിയോ പ്രാർത്ഥനകളോ പാപപരിഹാര കർമ്മമോ ഒന്നും ഒരു ഫലം ഉണ്ടാകത്തില്ല. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ പ്രവാചകൻ അവിടെ മനോഹരമായ റോളിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം ഫിലിസ്തീയര് പ്ലാൻ ചെയ്തു. യുദ്ധം തുടങ്ങി. ഇസ്രായേൽക്കാര് പരാജയപ്പെട്ടു. ഒത്തിരി ആൾക്കാരെ ഫിലിസ്തീർ വധിച്ചു. ശേഷിച്ചവര് പാളയത്ത് തിരിച്ചു വന്നപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാര് പറഞ്ഞു, എന്തുകൊണ്ട് കർത്താവ് ഇത് അനുവദിച്ചു ഫിലിസ്തീനെ നമ്മളെ പരാജയപ്പെടുത്താൻ? നമ്മൾ ഇതേ ചോദ്യം ചോദിക്കൂല്ലേ? ഇത്രയും പ്രാർത്ഥിക്കുകയും ദൈവശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടും
എന്തുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പരാജയത്തിലേക്ക് വന്നത്? ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ കൃത്യതയോടെ ചെയ്യാതെ, ദൈവം ഏൽപ്പിച്ച വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവരതുകൊണ്ട് ചോദിക്കുക, എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? കർത്താവ് എത്രയോ പ്രാവശ്യം പറഞ്ഞു, നിങ്ങളുടെ പോക്ക് ശരിയല്ല, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് മാറ്റണം, നിങ്ങളുടെ വിശ്വാസ ജീവിതം ശരിയല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശരിയല്ല. നിങ്ങൾ കർത്താവെ എന്ന് വിളിക്കുകയും കർത്താവിന് ഇഷ്ടമില്ലാത്ത ജീവിത ശൈലി പിന്തുടരുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബലിയും പ്രാർത്ഥനയൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ സ്വീകരിക്കത്തില്ല. എന്നിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ ചോദിക്കുക, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അവര് വീണ്ടും ഒരു യുദ്ധം ഫിലിസ്തീനുമായിട്ടുണ്ടാകുന്ന സമയത്ത് ഇവര് പോയിട്ട് സമാഗമ കൂടാരം എടുത്തുകൊണ്ട് വന്നു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. ഫിലിസ്തീന് ഇത് കേട്ടപ്പോൾ ഒരുപാട് ഭയപ്പെട്ടു. കാരണം ഈജിപ്തിൽ നിന്ന് ഇവരെ കൊണ്ടുവന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഇവർക്കറിയാം. അതുകൊണ്ട് ഫിലിസ്തീന് പറഞ്ഞു, അവരുടെ കൂടെയുള്ള ദേവൻ ശക്തിയുള്ളവനാണ്, പല അത്ഭുതവും പ്രവർത്തിക്കുന്നവനാണ്. എന്നാല് അവര് പറയുക, നമുക്ക് ധീരതയോടെ പോയി യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അടിമകളാകേണ്ടി വരും. അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുവിനെന്ന് പറഞ്ഞ് ഫിലിസ്തീന് ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധത്തിന് വന്നു. ഫിലിസ്തീന് 30,000-ഓളം പേരെ വധിച്ചു. ഇസ്രായേൽക്കാർ തോറ്റോടി. ആ ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ എടുത്തുകൊണ്ട് പോയി, ഫിലിസ്തീന് കൊണ്ടുപോയി. നോക്കിക്കേ, ദൈവജനത്തിന് പറ്റുന്ന വീഴ്ചകള്, ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്ന വാഗ്ദാന പേടകം ഇന്ന് മറ്റുള്ളവരുടെ കയ്യിലാ ഉള്ളത്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നോക്കിക്കേ, നമ്മളെക്കാട്ടിൽ എത്രയോ അനുഗ്രഹിക്കപ്പെടുകയാ മറ്റുള്ളവര്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി എന്തോരം പ്രാർത്ഥിച്ചിട്ട് ഒരു കൊച്ചു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ യാതൊരു പ്രാർത്ഥനയും ഇല്ലാത്ത, ഈ കർത്താവിനെ അറിയാത്ത എത്രയോ ആൾക്കാർ വളരെ അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് ആ വാഗ്ദാന പേടകം, ആ ദൈവിക സാന്നിധ്യം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് നമ്മളിൽ പലരും വെട്ടേറ്റ് നിലത്ത് വീഴുകയാ. എന്നിട്ട് അവിടെ കിടന്നോണ്ട് ചോദിക്കും, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ വെട്ടി വീഴ്ത്തി? അതിനും ദൈവത്തെയാണ് പഴി ചാരുന്നത്. തങ്ങളുടെ ഹൃദയത്തെ ഒന്ന് നോക്കാന്, നമ്മുടെ തെറ്റിനെ ഒന്ന് വിലയിരുത്താന്, ഇനി ഇങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോരാ, എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് പറയാനോ തീരുമാനമെടുക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കായിട്ട് ദൈവം തന്നിട്ടുള്ള വാഗ്ദാന പേടകം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോവുകയാണ്. യുദ്ധസ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി ഓടിക്കളിച്ച് അവന് പട്ടണത്തിൽ ചെന്ന് ഏലി പ്രവാചകനടുത്തേക്ക് ചെല്ലുകയാ, ഏലി പുരോഹിതനടുത്തേക്ക് ചെല്ലുകയാ. ഈ പട്ടണത്തിലൊക്കെ ചെന്നിട്ട് ഭയങ്കര പറഞ്ഞ് ഞങ്ങളെല്ലാം തോറ്റ് ഓടി വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര നിലവിളിച്ച് കരഞ്ഞു. ഏലി പുരോഹിതൻ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, എന്തോ പറ്റി? പറഞ്ഞു, ഫിലിസ്തീന് ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരെ കൊന്നു, ഞങ്ങളുടെ പലതും അവര് അപഹരിച്ചുകൊണ്ട് പോയി, വാഗ്ദാന പേടകവും കൊണ്ടുപോയി, ഏലിയുടെ മക്കളായിരുന്ന പുരോഹിതന്മാരെയും അവർ കൊന്നുകളഞ്ഞു. ഇത് കേട്ടപ്പോൾ
ഏലി വാതിൽ പടിക്കലുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു, കഴുത്ത് ഒടിഞ്ഞ് മരിച്ചു. ഏലിയുടെ അടുത്ത് വന്നിട്ട് അവൻ പറയുകയാ, ഞങ്ങളുടെ പുരോഹിതന്മാരെയും അവര് കൊന്നു കളഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന എല്ലാം അവര് കൊണ്ടുപോയി. ഇത് കേട്ടപ്പോൾ ഏലി പുരോഹിതനും മറിഞ്ഞു വീണു, കഴുത്തൊടിഞ്ഞ് മരണത്തിലേക്ക് പോയി. കണ്ടോ, ദൈവത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് രീതിയിലാണ് പ്രതിസന്ധികൾ വരുന്നത്? ദൈവത്തെ അനുസരിക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ പല രീതിയിൽ ദൈവം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അതൊന്നും വകവയ്ക്കാതെ ജീവിച്ചപ്പോൾ ആ പുരോഹിത കുടുംബം തന്നെ തകർന്നു പോകാൻ ഇടവന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.